ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. നിഫ്റ്റി ഇന്നും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും സെൻസെക്സും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ വലിയ തോതിലുള്ള ഇടിവല്ല കണ്ടത്. നിഫ്റ്റി 50 ഇന്ന് 25,492 ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 57,876 ക്ലോസ് ചെയ്തപ്പോൾ 322 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 374 പോയിൻറ്റ്സ് റാലി നടത്തി 59,843 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നാൽ 29 പോയിൻറ്റ്സിൻ്റെ ഫോളാണ് കണ്ടത്. 18,075 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 12.55 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 83,216 ക്ലോസ് ചെയ്തപ്പോൾ 94 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി മിഡ് ക്യാപ്പും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 6,674 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII ഈ ആഴ്ചത്തെ കുറച്ച് നാളത്തെ സെല്ലിന് ശേഷം ഇന്ന് ബൈയിങ് മോഡിലാണ്. നല്ല ബൈയിങ്ങാണ് FII ഭാഗത്തുനിന്നുണ്ടായത്. 4,581 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു FII നടത്തിയത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,763 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,597 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,509 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ ഇന്ന് 25,492 ക്ലോസ് ചെയ്തത്. വെനസ്ഡേ ഹോളിഡേ ആയിരുന്നു. നിഫ്റ്റി ഈ ആഴ്ച 0.89% ഫോളാണ് കണ്ടത്. 230 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,492 നിൽക്കുമ്പോൾ 7.81% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2024 നവംബർ എൻഡിൽ 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,492 നിൽക്കുമ്പോൾ 5.64% കഴിഞ്ഞ 12 മാസത്തിൻ്റെ പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നത്. DII ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DII 16,677 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 1,632 കോടി രൂപയുടെ നെറ്റ് സെല്ലറായിരുന്നു. ഈ ആഴ്ച സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ ദിവസവും FII സെല്ലിലായിരുന്നു. ഇന്ന് മാത്രം നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെൻസെക്സിൻ്റെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് 0.17% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.03% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.66% ഫോളാണ് കണ്ടത്. സെൻസെക്സ് 0.86% ഫോളോ നടത്തി. ഇത് ഈ ആഴ്ചത്തെ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി മെറ്റൽ എബോ 1% റാലി എന്ന് കണ്ടു. നിഫ്റ്റി ഓട്ടോ 26,779 ക്ലോസ് ചെയ്തപ്പോൾ 153 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 49 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,790 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 205 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 27,238 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,437 ക്ലോസ് ചെയ്തപ്പോൾ 274 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 39 പോയിൻറ്റ്സിൻ്റെ ഫോളോ കണ്ടു. 14,653 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 9393 ക്ലോസ് ചെയ്തപ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 219 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,117 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1489 ക്ലോസ് ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 144 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 10,426 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,996 ക്ലോസ് ചെയ്തപ്പോൾ 0.40% ഗെയിൻ കണ്ടു. നിഫ്റ്റി ഫാർമ 80 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 22,169 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 8352 ക്ലോസ് ചെയ്തപ്പോൾ 71 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഓൾമോസ്റ്റ് സെയിമിലാണ്, 946 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് ഇൻഡെക്സ് ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നിഫ്റ്റി ഓട്ടോ 0.11% ഫോളോ കണ്ടു. നിഫ്റ്റി എനർജി 1.34% ഫോളോ കണ്ടു. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.37% ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി FMCG 1.37% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 0.27%, നിഫ്റ്റി ഇൻഫ്ര 1.80%, നിഫ്റ്റി IT 1.61%, നിഫ്റ്റി മീഡിയ 3.17% ആൻഡ് നിഫ്റ്റി മെറ്റൽ 1.75% ഫോളാണ് കണ്ടത്. എന്നാൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.05% ഗെയിൻ ഉണ്ടായി.
നിഫ്റ്റി ഫാർമ 0.03% ഫോൾ നടത്തി ഈ ആഴ്ച. നിഫ്റ്റി PSU ബാങ്ക് 2.05% റാലി കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 0.12% ഫോളാണ് കണ്ടത്. ഇതിൽ തന്നെ നല്ല ഫോൾ ഈ ആഴ്ച കാണാൻ സാധിച്ചത് നിഫ്റ്റി മീഡിയ ആയിരുന്നു. 3.17% ഫോളാണ് കണ്ടത്. കമ്പനി പെർഫോമൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1428 കമ്പനികളിൽ നിന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1415 കമ്പനികളിൽ നിന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 3.01% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസ് 2.38% റാലി നടത്തി. ബജാജ് ഫിനാൻസ് 2.37%, ടാറ്റ സ്റ്റീൽ 2.31%, M&M 1.98%, ബജാജ് ഫിൻസ 1.89%, HDFC Life 1.79%, ICICI Bank 1.71%, SBI Life Insurance 1.43% and ഭാരത് ഇലക്ട്രിക് 1.33% ഗെയിനാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഭാരതി എയർടെൽ 4.47% ഫോളോ നടത്തി. ടാറ്റ കൺസ്യൂമർ 1.95% ഫോളോ നടത്തി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 1.92%, ടെക് മഹീന്ദ്ര 1.90%, അപ്പോളോ ഹോസ്പിറ്റൽ 1.80%, വിപ്രോ 1.48%, റിലയൻസ് 1.21%, ട്രെൻഡ് 1.11%, HCL ടെക് 0.92% ആൻഡ് HUL 0.90% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയേഴ്സിലെ റെക്കമെൻഡേഷൻ ഇല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ഓൾ.